Good afternoon. Okay, കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ പറഞ്ഞത്? CRM സോഫ്റ്റ്വെയറിനെ കുറിച്ചല്ല പറഞ്ഞത്. CRM അല്ലേ? എന്താ പറഞ്ഞത്? CRM stands for Customer Relationship Management. അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. CRM എന്ന് പറഞ്ഞാൽ എന്താണ്? Stands for Customer Relationship Management. As the name indicates, the CRM software is a system for managing relationship with the customers. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്? കസ്റ്റമേഴ്സുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് അല്ലെ. നെക്സ്റ്റ്, ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇവിടെ ഷെയർ ചെയ്തിട്ട് ഓക്കെ. യെസ്. വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? അടുത്ത് നോക്കിയേ, എന്താണ് ഒരു ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ കസ്റ്റമർ relationship management can manage a complete database on patients that are recorded securely and it cannot be accessed by third parties. എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് can manage a complete database. പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഡേറ്റകളും എന്ത് ചെയ്യുന്നു? അത് കൈകാര്യം ചെയ്യുന്നു. And that are recorded securely. അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ, ആ സോഫ്റ്റ്വെയറിൽ ആ പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാ? സുരക്ഷിതമായിട്ട്. And it cannot be accessed by third parties. തേർഡ് പാർട്ടി, മൂന്നാമതൊരാൾക്ക് അത് അക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ സെക്യൂർ, പേഷ്യൻസിന്റെ ഡേറ്റാസ് ആ സോഫ്റ്റ്വെയറിൽ, CRM സോഫ്റ്റ്വെയറിൽ സെക്യൂർ ആയിട്ട് വെച്ചേക്കാണ്. അത് വേറൊരാൾക്ക്, ഒരു തേർഡ് പാർട്ടി, മൂന്നാമതൊരാൾക്ക് അത് അക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സുരക്ഷിതമായി റെക്കോർഡ് ചെയ്തിരിക്കുന്നതും തേർഡ് പാർട്ടിക്ക് അക്സസ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡേറ്റയാണ് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ആ ഡേറ്റാസ്, പേഷ്യൻസിന്റെ ആ ഡേറ്റാസ്, കംപ്ലീറ്റ് ഡേറ്റാസ് കൈകാര്യം ചെയ്യുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്തു. അത് ഡാഷ് ക്യാൻ മാനേജ് a complete database. ആ സെന്റൻസ് അങ്ങനെ തന്നെ നോട്ട് ചെയ്തിടാം. The CRM medical software can easily provide the information required to the patient through text, phone calls or emails from anywhere at any time. കണ്ടോ, ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് പേഷ്യൻസിന് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും അല്ലെ? ത്രൂ ടെക്സ്റ്റുകളായിട്ട്, ഫോൺ കോളിലൂടെ, ഇമെയിൽ ആയിട്ട്, ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും, എവിടേക്കും എപ്പോ വേണമെങ്കിലും പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് ചെന്ന് എന്തെങ്കിലും റിസർച്ച് കാര്യങ്ങളോ ഇതൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് പോകണമെന്നില്ലല്ലോ അല്ലെ? നമുക്ക് നേരിട്ട് ഇൻഫർമേഷൻസ് കിട്ടൂല. ഒരു റിപ്പോർട്ട് ആണെങ്കിൽ പോലും നമ്മൾ പേഷ്യൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ ഫോൺ കോളിൽ, പിന്നെ എന്താ ഫീഡ്ബാക്കുകൾ, നമുക്ക് എന്താ പറയാ, നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും റെഫറൽ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഏത് ഇതിനാണെങ്കിലും നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ഇൻഫർമേഷൻസ് ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ, മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയോ ഇമെയിലിലൂടെയോ ഒക്കെ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ CRM മെഡിക്കൽ സോഫ്റ്റ്വെയറിലൂടെ കഴിയും. ഇപ്പൊ നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? ഇപ്പൊ നേരിട്ട് നമുക്ക് പോണമെന്നില്ല
അല്ലെ? പേഷ്യൻസിന്റെ അവിടെ ആ വിവരങ്ങൾ ഡേറ്റാസ് ശേഖരിക്കുക മാത്രമല്ല CRM സോഫ്റ്റ്വെയറിലൂടെ ചെയ്യുന്നത്. പിന്നെ എന്താ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളും അവിടെ ആ CRM സോഫ്റ്റ്വെയറിൽ എന്താ പറയാ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ എന്താ പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് വഴിയോ ഫോൺ കോൾസിലൂടെയോ ഇമെയിലിലൂടെയോ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും നൽകാൻ ഈ സോഫ്റ്റ്വെയറിലൂടെ പറ്റും. ടൈമും കാര്യങ്ങളും ഒന്നും നോക്കണ്ടല്ലോ. ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആണെങ്കിലും നെക്സ്റ്റ് ഇതിനൊക്കെ ആയിട്ടുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരാറില്ലേ? ഇപ്പൊ വാക്സിൻസ് ഒക്കെ ആണെങ്കിലും അടുത്തെടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഫോണിലൂടെ മെസ്സേജ് ഒക്കെ വരാറില്ലേ? അല്ലേ? വരാറില്ലേ? യെസ്. റിട്ടേൺ ആയിട്ടോ, അതാണ് ത്രൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞേക്കണം. പ്രിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലോ ഫോൺ കോളിലൂടെയോ ഇമെയിലിലൂടെയോ ഒക്കെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഈ CRM മെഡിക്കൽ സോഫ്റ്റ്വെയറിലൂടെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. Furthermore, അതിലുപരിയായിട്ട് this information can also be used by hospitals to keep them informed on a personalized care as a type of marketing measures. ഈ ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗ് നടപടി എന്ന നിലയിൽ ഒരു പേഴ്സണലൈസ്ഡ് കെയർ, ആ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികളെയും കുറിച്ചുള്ള അവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ ഈ ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതായത് എല്ലാ ഡീറ്റെയിൽസും ഓരോ ഈച്ച് ആൻഡ് എവരി പേഴ്സണലൈസ്ഡ് കെയർ, ഓരോ വ്യക്തി ഇപ്പൊ നമ്മുടെ ഒരാൾക്കടെ ഇത് എടുത്തു കഴിഞ്ഞാൽ അയാൾക്കടെ ഡീറ്റെയിൽ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ടുള്ള ആ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കെയർ കൊടുക്കാൻ പറ്റും അല്ലെ? വ്യക്തിഗത പരിചരണം അതിനെക്കുറിച്ച് അറിയാനും നമുക്ക് ഈ അങ്ങനെയുള്ള വിവരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു ഈ CRM സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദിസ് ഇൻഫർമേഷൻ ക്യാൻ ബി ഓൾസോ യൂസ്ഡ്. അപ്പൊ പേഷ്യൻസിനെ കുറിച്ച് കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന വിവരങ്ങളില്ലേ, അത് യൂസ്ഡ് ബൈ ദ ഹോസ്പിറ്റലിൽ എന്തിനു ഉപയോഗിക്കുന്നു? ടു കീപ് ദം ഇൻഫോംഡ് ഓൺ എ പേഴ്സണലൈസ്ഡ് കെയർ. അവർക്ക് വ്യക്തിഗത പരിചരണത്തെ കുറിച്ച് അവർ ഇൻഫോം ചെയ്യാൻ. ആൻഡ് ടൈപ്പ് ഓഫ് ഒരു തരം മാർക്കറ്റിംഗ് മെഷേഴ്സ് നടപടി എന്ന നിലയിൽ. Okay, CRM in healthcare not only stores patients' contact information. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെ കോണ്ടാക്ട് ഇൻഫർമേഷൻസ് മാത്രമല്ല അവിടെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെന്ന് നമ്മള് ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് പറയും. ആ ഡേറ്റാസ് ആ പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ എന്തുകൂടി CRM സ്റ്റോർ ചെയ്യുന്നുണ്ട് നോക്കിയേ. ബട്ട് ഓൾസോ ഗിവ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദ മെഡിക്കൽ ഹിസ്റ്ററി. അവന്റെ മെഡിക്കൽ ഹിസ്റ്ററി മൊത്തത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള അവലോകനം, അപ്പോയിന്റ്മെന്റ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്, എന്താ അവരുടെ പ്രിസ്ക്രിപ്ഷൻസ്, ഇതെല്ലാരും അവർക്ക് ഓരോ മരുന്നുകള് ഈ കാര്യങ്ങൾ ഇതെല്ലാരും ഈ CRM സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്യുന്നു. പേഷ്യന്റിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത്, പിന്നെ എന്തുകൂടിയൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദ മെഡിക്കൽ ഹിസ്റ്ററി, അവന്റെ മെഡിക്കൽ ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവലോകനം, അപ്പോയിന്റ്മെന്റ്സ്, പ്രിസ്ക്രിപ്ഷൻ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. As well in short, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ the availability of medical CRM helps the healthcare industry to offer instant services, solutions and improve the overall performance of the hospital. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഈ CRM എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ലഭ്യതയിലൂടെ നമുക്ക് എന്ത് പറ്റും? ഹോസ്പിറ്റലിന്റെ ഒരു മൊത്തത്തിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെ? ഓഫർ ഇൻസ്റ്റന്റ് സർവീസ്, തുടരെയുള്ള തൽക്ഷണം അല്ലെ പെട്ടെന്നുള്ള സർവീസുകള്, സൊല്യൂഷൻസ്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ മൊത്തത്തിലുള്ള ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് പ്രകടനം മെച്ചപ്പെടുത്താനും CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും അല്ലെ? കമ്പ്യൂട്ടറൈസ്ഡ് ആയി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി അല്ലേ? ഇപ്പൊ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ പണ്ടത്തെ പോലെ ഹോസ്പിറ്റലിൽ പോകണോ? അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഓൺലൈനായിട്ട് 24 hours ഉണ്ട് അല്ലെ? എപ്പോ വേണമെങ്കിലും നമുക്ക് ഡോക്ടറിനെ കാണിക്ക് ബുക്ക് ചെയ്യാം. വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം.
ഈ ഒരു സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടല്ലേ. അല്ലേ? പണ്ടാണെങ്കിലോ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് പോയി അവിടെ പോയി ക്യൂ നിന്ന് നമ്മൾ ചീട്ട് എടുക്കണം അല്ലെ, ഇത്ര നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ ചീട്ട് എടുത്ത് പിന്നെ വീട്ടിൽ വന്ന് തിരിച്ച് ആ സമയത്തേക്ക് പോകണം. എന്തൊരു കഷ്ടപ്പാടാണ് അല്ലെ. ഓരോ ഇതിനൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ തന്നെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും റിപ്പോർട്ടുകളാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത ഉടനടി നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരൂലേ അതിന്റെ റിപ്പോർട്ട്. നമ്മുടെ ബില്ലടച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് കളക്ട് ചെയ്ത് നമ്മൾ ആ ബില്ലും പേയ്മെന്റ് ചെയ്താൽ പിന്നെ ആ റിസൾട്ട് മേടിക്കാൻ പോകണമെന്നില്ല, നമ്മുടെ ഫോണിൽ വരൂലേ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്റ്റന്റ് സർവീസസ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമുക്ക് പലതരത്തിലുള്ള പെട്ടെന്നുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സർവീസുകൾ, പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്, അങ്ങനെ മൊത്തത്തില് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഒരു CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് ഫ്ലോ can do all the risk task in relation with the managing appointments. ഒന്നാമത്തെ എന്താ? ആ മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ CRM സോഫ്റ്റ്വെയറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു. കേട്ടോ, അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Comprehensive patient management software can do all the tasks in relation with the managing appointments. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? നമുക്കിപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിലേ നമുക്ക് വീട്ടിലിരുന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മെനക്കെട്ട് ക്യൂ നിന്നൊന്നും അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? എന്താണ് ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്? അപ്പോയിന്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. Comprehensive patient management software, CRM സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് വെച്ചാൽ എന്താ? എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഒരു സഹകരണം, കൊളാബറേഷൻ, സഹകരണം, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. A hospital or private parties has many departments that must work in agreement to provide the best patient experience. അല്ലെ, പേഷ്യൻസിന് നല്ല മെച്ചപ്പെട്ട ഒരു അനുഭവം, ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഒരുമിച്ചൊരു ഒരു കൂട്ടായ പ്രവർത്തനം, ഒരു സഹകരണം വേണ്ടേ അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് നല്ല സർവീസ് നമുക്ക് അവിടെ കൊടുക്കണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഇതെല്ലാം ഇപ്പൊ ഓരോന്നുമായിട്ട് കണക്റ്റഡ് അല്ലേ. ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നു, ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുന്നു, രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ, എന്നിട്ട് നെക്സ്റ്റ് അടുത്ത ഇതിലേക്ക് നമ്മൾ പോകാണ് അല്ലെ, OP-യിലേക്ക് പോകുന്നു, ഡോക്ടറെ കാണുന്നു, തിരിച്ച് ഫാർമസിയിലേക്ക് വരുന്നു, മരുന്നുകൾ കളക്ട് ചെയ്യുന്നു അല്ലെ. പിന്നെ നമ്മള് അങ്ങനെ എന്താ പറയാ, പല ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ വല്ല ടെസ്റ്റുകളൊക്കെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, റേഡിയോളജിയിലേക്ക് പോയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ലബോറട്ടറിയിലേക്ക് പോയി അല്ലെ. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു നല്ലൊരു സഹകരണം വേണം. ഇത് ഏതിലൂടെ പറ്റും? CRM സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റും. അതായത് എന്തിന്? നല്ലൊരു പേഷ്യൻസിന് നല്ലൊരു മെച്ചപ്പെട്ട അനുഭവം കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ലാബിലാണെങ്കിലോ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ റിസൾട്ട് മേടിക്കണ്ടല്ലോ അല്ലെ. ടെസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ ക്യാഷ് അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ മതി. അവിടെ ഡോക്ടറിന്റെ കമ്പ്യൂട്ടറിലേക്ക് വരില്ല അതിന്റെ റിസൾട്ട് അല്ലെ. അപ്പൊ ആ ലബോറട്ടറിയും ആ OP-യിലിരിക്കുന്ന ഡോക്ടറും അവര് ആ ഒരു ഡിപ്പാർട്ട്മെന്റും തമ്മിൽ എന്താ പറയാ, ഒരു സഹകരണം ഇല്ലേ? റിപ്പോർട്ടുകൾ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്
അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരു നല്ലൊരു സഹകരണം വേണം. അപ്പൊ അവര് ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മില് ആ ഒരു റിലേഷൻ ഉണ്ട്. അത് ഏതിലൂടെ പറ്റും എന്ന് പറഞ്ഞേ CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, അതൊന്നും അണ്ടർലൈൻ ചെയ്തേക്കാം. ഇനി മൂന്നാമത്തെ കാര്യം നോക്കിയേ, CRM system can also collect and organize reports that will be beneficial is a healthcare organization. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ആകുന്ന എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യാനും സംഘടിപ്പിക്കാനും CRM സിസ്റ്റത്തിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കാം. CRM system can also collect and organize, കളക്ട് ചെയ്യുന്നു, സംഘടിപ്പിക്കുന്നു റിപ്പോർട്ട്സുകൾ. അതെന്തിനാ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആകുന്ന എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ഇതിലൂടെ CRM സിസ്റ്റത്തിലൂടെ. These reports can be regarding ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാകാം, പേഷ്യന്റ് റിക്വസ്റ്റ് ഓർ കംപ്ലൈന്റ്സ്, പേഷ്യൻസിന്റെ റിക്വസ്റ്റുകളാകാം, അല്ലെങ്കിൽ പരാതികളാകാം, റെഫറൻസ് ആകാം, വേറെ ഏതെങ്കിലും ഡോക്ടറിനൊക്കെയുള്ള റെഫറൻസുകളാകാം, or internal issue like medical equipment malfunctioning, medical equipment തകരാറിലാകുന്ന equipments malfunctioning എന്ന് പറഞ്ഞാൽ തകരാറിലാകുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള ഇന്റേണൽ ഇഷ്യൂ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്യുന്നു? ഈ CRM സോഫ്റ്റ്വെയറിൽ കളക്ട് ചെയ്യുകയും അത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയോ? അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. CRM system can also collect and organize reports. ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് CRM. CRMന്റെ അഡ്വാൻറ്റേജ് ഒന്നാമത്തെ എന്താ? അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജിങ് അപ്പോയിന്റ്മെന്റ്. ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞത്. നമ്മൾ എന്തായാലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഫുൾ ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട, നമ്മളെ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. ഒന്നാമത്തെ എന്ത് നമ്മുടെ മനസ്സിൽ വേണം? അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? CRM സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ എന്താ? പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ഒരു സഹകരണം, അത് CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. പിന്നെ അടുത്തത് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യും, ഓർഗനൈസ് ചെയ്യുകയും ചെയ്യും. 3 പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കിയേ? അതാ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റില് കോംപ്രിഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ്, അത് CRM തന്നെയാണ്. അതായത് പേഷ്യന്റിന്റെ കാര്യങ്ങളല്ല അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് ഒരു കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായ എന്നുള്ളൊരു മീനിങ് ആണ്. സമഗ്രമായ പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, അതായത് CRM സോഫ്റ്റ്വെയർ തന്നെയാണ്. പേഷ്യന്റിന്റെ കാര്യങ്ങളല്ലേ അവിടെ അതിനകത്ത് ആ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ അവിടെ? കസ്റ്റമർ ആരാ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ CRMന് പറഞ്ഞത്. ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാ? പേഷ്യന്റ്. അതുകൊണ്ടാണ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത് കേട്ടോ. പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ തന്നെ CRM സോഫ്റ്റ്വെയർ തന്നെയാണ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അവിടെ ഈ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യന്റ് ആണ്. അത് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ കസ്റ്റമർ എന്നുള്ളത് പേഷ്യന്റ് എന്ന് എഴുതിയുള്ളൂ. ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ലേ സൂര്യ? ഓക്കെ. അപ്പൊ അടുത്തത് നോക്കിയേ, 3 പോയിന്റ്സ് ഓക്കെ അല്ലേ? സൂര്യക്ക് ഓക്കെ അല്ലേ? 3 ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? വേറെ ഇനി നോക്കി അടുത്തത് 4ാമത്തെ പോയിന്റ് എന്താ പറയണേ? സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും, നമുക്ക് ഹോസ്പിറ്റലിലെ റിസോഴ്സുകൾ സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഈച്ച് ഡോക്ടർ ആൻഡ് നേഴ്സസ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പാർട്ടീസ് ക്യാൻ ഓട്ടോമാറ്റ് their calendar with the CRM സോഫ്റ്റ്വെയർ. അവരുടെ കലണ്ടർ CRM സോഫ്റ്റ്വെയറിലൂടെ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സമയം ലാഭിക്കാൻ പറ്റും. അതായത് അവരുടെ ഈ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അവരുടെ ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ? സിസ്റ്റത്തില് നമ്മൾ ഫോണിൽ അങ്ങനെ ചെയ്യാറില്ലേ അല്ലെ? നമുക്ക് ഇതൊക്കെ നമുക്ക് പല കാര്യങ്ങളും അവിടെ എന്താ അവർക്കിടെ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും അവർക്കിടെ ഇപ്പൊ എന്താ സർജറി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഓട്ടോമാറ്റ് കലണ്ടർ വിത്ത് CRM സോഫ്റ്റ്വെയർ, അതായത് ആ സോഫ്റ്റ്വെയറിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ആ കലണ്ടർ ചാർട്ട് ചെയ്ത് വെക്കാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഡോക്ടർ ഉണ്ടാകുമോ, എത്ര സമയം കൺസൾട്ടേഷൻ ഉണ്ടാകും, എപ്പോഴാണ് റൗണ്ട്സിന് പോകുന്നത്, സർജറി എന്ന ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഈ CRM സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് സമയവും റിസോഴ്സും ലാഭിക്കാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ ഓരോന്ന് ചീട്ടൊക്കെ എഴുതി റെക്കോർഡ് ഇതൊക്കെ എടുത്ത് എഴുതി വെക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ പണി കഴിയൂലേ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാവുമ്പോ. എല്ലാം നമുക്ക് ഓരോ കറക്റ്റ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അവിടെ ഡോക്ടറിനും നേഴ്സിനും ഒക്കെ അവരുടെ കാര്യങ്ങളും ഇതൊക്കെ നേരെ ഷെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സമയവും റിസോഴ്സും ഒക്കെ ലാഭിക്കാൻ പറ്റും. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. സേവ് ടൈം ആൻഡ് റിസോഴ്സസ്, മെയിൻ പോയിന്റ്സ് ഞാൻ പറയുന്നത്. സമയവും റിസോഴ്സുകളും ലാഭിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കി അഞ്ചാമത്തെ, റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽ. മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ കൈകൊണ്ടൊക്കെ എഴുതി വരുമ്പോ ബില്ലൊക്കെ കൂട്ടി വരുമ്പോ ചിലപ്പോ എന്തെങ്കിലും പിശക് പറ്റാം. പക്ഷെ ഇത് സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴോ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പോഴോ നമുക്ക് ബില്ലിൽ ഉണ്ടാകുന്ന ഇററുകൾ കുറയ്ക്കാൻ പറ്റൂലേ? അക്യുറേറ്റ് അല്ലേ, കൃത്യമല്ലേ അതിനകത്ത് വരുന്നത് അല്ലേ? ഓരോ ബില്ലുകളും കാര്യങ്ങളും നമ്മൾ ഡിസ്ചാർജ് ചെയ്തൊക്കെ പോയെന്ന് വരുമ്പോ ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ബില്ലുകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഇതുള്ളത് കൊണ്ടല്ലേ. അപ്പൊ അതാണ് അടുത്തൊരു CRM സോഫ്റ്റ്വെയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താ? റെഡ്യൂസ് ഇറേഴ്സ് ഇൻ മെഡിക്കൽ ബില്ല്. മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന ഇററുകൾ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? ആറാമത്തെ നോക്കിയേ, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ പറ്റുന്ന CRM സോഫ്റ്റ്വെയറിലൂടെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ പറ്റും. എന്താ? Okay, email automation or SMS make sure that timely response are sent to the patient inbox after they take action in some way. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പൊ വാക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നമുക്ക് ഫോളോ അപ്പ് ഇതൊക്കെ വരുവാണെങ്കിലൊക്കെ കറക്റ്റ് സമയത്ത് നമുക്ക് SMS ഒക്കെ ആയിട്ട് ഫോണിൽ വരും അല്ലെ. ഇന്ന ദിവസമാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വാക്സിന്റെ ദിവസം ഇതാണ്, ഇത്ര ടൈം ആകുമ്പോൾ എത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ആ ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ സോഫ്റ്റ്വെയറിലൂടെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു കേട്ടോ. ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS. ഇമെയിൽ വരാറില്ലേ, അല്ലെങ്കിൽ SMS അയക്കാറില്ലേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ? മേക്ക് ഷുവർ ദാറ്റ് ടൈംലി റെസ്പോൺസ്, സമയബന്ധിതമായിട്ടുള്ള റെസ്പോൺസ്. ആ കറക്റ്റ് ചിലപ്പോ നമ്മൾ വിട്ടുപോകാം അല്ലെ, ചിലപ്പോ നമ്മൾ തിരക്കാരനെ മറന്നു പോകാം. പക്ഷെ പിറ്റേ ദിവസമായിരിക്കും വാക്സിൻ എടുക്കണ്ടേ, അപ്പൊ തലേദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ നാളെയാണ് വാക്സിൻ എടുക്കണ്ടേ എന്നുള്ള ഒരു മെസ്സേജ് അവിടെ വന്നു കഴിഞ്ഞു. അതാണ് സമയബന്ധിതമായിട്ടുള്ള റെസ്പോൺസ്. അത് നമുക്ക് പേഷ്യന്റിന് ഇൻബോക്സ് പേഷ്യൻസിന് അയക്കാം, ഫോണിലേക്കും ഇതൊക്കെ അയക്കാൻ പറ്റും. അപ്പൊ കണ്ടോ, അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആരൊക്കെ? ഹോസ്പിറ്റലും അതായത് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ ഹോസ്പിറ്റൽ പേഷ്യൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനും പറ്റും. അതിൽ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ഇനി അടുത്ത് നോക്കിയാൽ, CRM software will allow you to segment your patients based on their health issues, location, age, gender. CRM software will allow ചെയ്യാൻ അനുവദിക്കുക you to segment your patients. പേഷ്യൻസിനെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട്, എന്ന് വെച്ചാൽ എന്താ, ഓരോ വിഭാഗങ്ങളായിട്ട് പേഷ്യൻസിനെ തിരിക്കാനായിട്ട് ബേസ്ഡ് ഓൺ ദർ ഹെൽത്ത് ഇഷ്യൂ, ലൊക്കേഷൻ, ഏജ്, ജെൻഡർ. കണ്ടോ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിയിട്ട് ലൊക്കേഷൻ അനുസരിച്ച്, പ്രായം അനുസരിച്ച്, ജെൻഡർ മെയില് ഫീമെയില് ഇതൊക്കെ അനുസരിച്ച് നമുക്ക് പല വിഭാഗങ്ങളായിട്ട് തിരിക്കാനും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റുന്നു. പല സെഗ്മെന്റ്സ് ആയിട്ട് തിരിക്കാനും CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. CRM software will allow you to segment your patients. എന്തിനെ ബേസ് ചെയ്തിട്ട്? ആരോഗ്യ ഹെൽത്ത് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട്, ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട്, ഏജിനനുസരിച്ചിട്ട്, ജെൻഡറിനനുസരിച്ചിട്ട്, മെയിൽ ഫീമെയിൽ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. അടുത്തത് ലാസ്റ്റ് നോക്കിയേ, ഇറ്റ് ഓൾസോ കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. ഫ്രണ്ട് ഓഫീസ് ബാക്ക് ഓഫീസ് ഫംഗ്ഷനെ ഇതിന് കണക്ട് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും.
ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. ഫ്രണ്ട് ഓഫീസ് നമുക്കറിയാം അല്ലെ, രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ബാക്ക് ഓഫീസ്. ബാക്കില് ഫ്രണ്ട് ഓഫീസ് ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളെ കണക്ട് ചെയ്യാനും CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഡാഷ് കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ CRM. ഇതൊക്കെയാണ് CRMന്റെ അഡ്വാൻറ്റേജ്. ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നാമത്തേൽ എന്താ, അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും CRM സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു സഹകരണം അത് CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. പിന്നെ അത് എല്ലാ റിപ്പോർട്ടും ശേഖരിക്കുകയും ഓർഗനൈസ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് പേഷ്യൻസ് ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ ഹോസ്പിറ്റലിന് പ്രയോജനപ്രദമാകുന്ന പേഷ്യൻസിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പറ്റുന്നു. പിന്നെ അടുത്തത് സേവ് ടൈം ആൻഡ് റിസോഴ്സ്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് സമയവും റിസോഴ്സുകളും ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നു. പിന്നെ മെഡിക്കൽ ബിൽസിൽ ഉണ്ടാകുന്ന ഇററുകൾ കുറയ്ക്കാൻ പറ്റുന്നു. പിന്നെ എന്താണ്, ഈ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. സേവ് ടൈം ആൻഡ് റിസോഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതായത് നമുക്ക് സമയവും റിസോഴ്സും ഒക്കെ ലാഭിക്കാൻ പറ്റും. എങ്ങനെ? ഡോക്ടറിനും നേഴ്സിനും ഒക്കെ എന്താ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ കലണ്ടർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ സമയവും റിസോഴ്സും ഒക്കെ ലാഭിക്കാൻ പറ്റും അവർക്ക്. പിന്നെ മെഡിക്കൽ ബില്ലിൽ ഉണ്ടാകുന്ന ഇറേഴ്സ് കുറയ്ക്കാൻ പറ്റും. ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ, അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് SMS ആയിട്ടോ ഇമെയിൽ വഴിയൊക്കെ നമുക്ക് എന്താണ് കറക്റ്റ് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ അറിയിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ പറയാ, അങ്ങനെ ആ ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ പറ്റും. പിന്നെ അടുത്തത് എന്താ, പേഷ്യൻസിനെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ആരോഗ്യ പ്രശ്നങ്ങള് ലൊക്കേഷൻ അനുസരിച്ച് ഏജ് ജെൻഡറിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് പല വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ CRM സോഫ്റ്റ്വെയറിലൂടെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളെ കണക്ട് ചെയ്യുന്നതും CRM സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി അടുത്തത് പറയാലോ. യെസ്, CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ ആണ് ഇത്. ഇത് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എക്സാമിന്. ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിൾ എങ്ങനെയാണ് ഒരു CRM സോഫ്റ്റ്വെയർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ പറഞ്ഞേക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിള് ഇത് ഏതുമായിട്ടാ, മെഡിക്കൽ ഹിസ്റ്ററി കണ്ടോ? ആ നീല ഇതിനകത്ത് ആ ബോക്സിന്റെ മോളിൽ കണ്ടോ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് കണ്ടോ? മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. കണ്ടോ, ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണിത്. പേഷ്യന്റിന്റെ പേര്, പേഷ്യന്റ് എന്ന് കണ്ടോ, പേഷ്യന്റിന്റെ പേര്, അവിടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ അഡ്രസ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്, സിറ്റി, സിപ്പ് കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഓരോന്നും. പിന്നെ അടുത്ത് നോക്കിയേ, മെഡിക്കേഷൻ, ഏത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് അതാണ് അവിടെ താഴെ കണ്ടോ. ഡ്രഗ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ മെഡിക്കേഷന്റെ താഴെ അവിടെ എഴുതിയിട്ടുണ്ട് ഏത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത് നോക്കി അവിടെ ഫിൽറ്റേർഡ് ബൈ മെഡിക്കേഷൻ, ലാസ്റ്റ് ഫിൽ ഡേറ്റ് എന്നാണ് ലാസ്റ്റ് വന്നു പോയത്. പിന്നെ പ്രിസ്ക്രൈബർ ആരാണ്, ഏത് ഡോക്ടറാണ് ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തേ അയാളുടെ പേര്. പിന്നെ അങ്ങനെ പിന്നെ അത് എന്ത് ചെയ്യാ, പ്രിന്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇത് പേഷ്യന്റ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇങ്ങനെ ഡീറ്റെയിൽ ഉണ്ടാവും നമുക്ക് ഓരോ പേഷ്യൻസിന്. അപ്പൊ അത് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നമുക്കൊരു രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്പർ വരുമല്ലോ, MRT നമ്പർ തരൂലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് ഈ CRM സോഫ്റ്റ്വെയറിലൂടെ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അത്. പിന്നെ ഇവിടെ നോക്കിയേ, അപ്പോയിന്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോയിന്റ്മെന്റ് കണ്ടോ, നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുക്കൂലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരവിടെ ചെയ്യുന്നത്.
അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ, മെമ്പർഷിപ്പ് ID. ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ വേണ്ടി ID നമ്പർ തരൂല്ലേ, പേഷ്യന്റ് ID. പിന്നെ നമ്മുടെ പേരിലല്ല ഇമ്പോർട്ടന്റ്, ആ ID നമ്പർ എവിടെ ചെന്നാലും നമ്മൾ ആ കാർഡിൽ ആ നമ്പർ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽ വരും. ആ പേഷ്യന്റ് മെമ്പർഷിപ്പ് ID കണ്ടോ, അത് അവിടെ എഴുതണം. പേഷ്യന്റിന്റെ പേര്, ഡേറ്റ്, ടൈം, ഏത് സമയത്തേക്കാണ്. ഇപ്പൊ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, അപ്പൊ ഏത് ദിവസത്തേക്കാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്, ആ ഡേറ്റ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ടൈം, ഏത് സമയത്തേക്കാണ്, എത്ര നമുക്കിപ്പോ അഫോർഡബിൾ ആയിട്ടുള്ള സമയം, ഉച്ച കഴിഞ്ഞേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാവിലെ തിരക്കാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ ഡോക്ടർ എപ്പോഴും ഇരിക്കുന്നത്, അപ്പൊ അതിനനുസരിച്ചുള്ള ടൈം നമുക്ക് പറയാം അല്ലെ. അപ്പോയിന്റ്മെന്റ് ടൈം ഏത് സമയത്തേക്കാണെന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവര് പറയുമല്ലോ, ഒരു ടൈം പറയുമല്ലോ, പറയാറില്ലേ അല്ലെ, ഇത്ര സമയത്തിൽ എത്തിയാൽ മതി എന്ന്. നമ്മൾ അത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടൈമും അവര് തരും. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് ഇത്ര സമയത്ത് എത്തിയാൽ മതി, ആ തിരക്കൊക്കെ കുറയ്ക്കാനാ അല്ലെ. ഇപ്പൊ നമ്മളോട് പറയും 52ാമത്തെ നമ്പറാണ്, ഇന്ന് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്ന് പറയും അല്ലെ. അങ്ങനെ പറയാറില്ലേ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ, നമ്പർ പറഞ്ഞിട്ട് ടൈമും പറയുമ്പോ. ഓക്കെ, പിന്നെ അവിടെ ടൈപ്സ് ഓഫ് സർവീസസ്, ഏത് സർവീസ് ആണ്, എന്താ വേണ്ടത് നമുക്ക്, ഏത് സർവീസ് ആണ്. പിന്നെ അത് സേവ് ചെയ്യുക നമുക്ക്, എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്ത് പോവുക. ഈ നെക്സ്റ്റ് പേഷ്യന്റ് വരുമ്പോ ഇതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് അവിടെ എടുക്കും. ഇത് അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സേവ് ചെയ്ത് ലോഗ് ഔട്ട് ചെയ്ത് അടുത്ത ഒരു ഇതിലേക്ക് പോകും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേഷ്യന്റിന്റെ ഇതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അങ്ങനെ ഇനി അടുത്ത് നോക്കിയ വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ വൈറ്റൽ എന്ന് പറഞ്ഞാൽ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഇത് കൂടാതെ പ്രത്യേകിച്ച് 5 പോയിന്റ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ. നോക്കിയേ, വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. കസ്റ്റമറിന്റെ ആവശ്യങ്ങള്, പ്രശ്നങ്ങള്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഈസിയാ നമുക്ക് ഈ എന്താ പറയാ ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനമാണ്. അപ്പൊ നിങ്ങൾ നോക്കാട്ടോ, വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്? ഒന്നാമത്തെ എന്താണ്? ടു ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കണ്ടെത്തുക. അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ വിശകലനം ചെയ്യുക. കസ്റ്റമറിന്റെ ആവശ്യങ്ങള്, കസ്റ്റമറിന്റെ പ്രശ്നങ്ങള്, ഇതൊക്കെ തിരിച്ചറിയുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയാൽ റിക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. കസ്റ്റമറിന്റെ പരാതികൾക്കുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്താണ്? അത് റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. കൂടുതൽ ആളുകൾ കോമൺ ആയിട്ട് അവര് പറയുന്ന ആ ഒരു റീസൺ എന്താണ്, കസ്റ്റമർ കംപ്ലൈന്റ്സ് എന്താണ് എന്നുള്ളത് റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. പിന്നെ അടുത്ത് നോക്കി മൂന്നാമത്തെ, ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഉണ്ടോ, ഡിസ്കവർ ചെയ്യാന്ന് വെച്ചാൽ കണ്ടെത്തുക, ടെക്നിക്കുകൾ കണ്ടെത്തുക. ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഉണ്ടോ, കൾട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വളർത്തിയെടുക്കുക. എന്തിനു വേണ്ടി? ടു ഡിസ്കവർ ടെക്നിക് ആൻഡ് ടു കൾട്ടിവേറ്റ്. ഒരു ടെക്നിക്കുകള് വളർത്തിയെടുക്കുക, അത് എന്താ പറയാ കണ്ടുപിടിക്കുക. ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെയാണ്? ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ വരുന്ന കസ്റ്റമേഴ്സിലെ പേഷ്യൻസ് അവരും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ നല്ലൊരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ പോയിന്റ്? അതായത് നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം ചെല്ലുന്ന ഫ്രണ്ട് ഓഫീസിലേക്ക് അവിടെ നല്ലൊരു ഫ്രണ്ട് ഓഫീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ അവര് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അവരെ നമ്മള് എന്താ പറയാ നല്ല രീതിയിൽ നല്ലൊരു ബന്ധം, അവരുമായിട്ട് നല്ലൊരു
എന്തോ വളർത്തിയെടുക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെക്നിക്കുകള് കണ്ടെത്തുകയും വളർത്തിയെടുക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? സംഭവം കാണാനുള്ളല്ലോ. ഇനി നോക്കിയേ, അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക, അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. ആൻഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ലെവൽ വിത്ത് ദ പീപ്പിൾ. ആളുകളുടെ ലെവലുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട്, അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പേഷ്യൻസ് ഏത് ലെവലിലുള്ളതാണോ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ആ ലെവലിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഏത് ലെവലിലാണോ അതിനനുസരിച്ച് വേണം അവരെ ഡീൽ ചെയ്യാനായിട്ട്. കണ്ടോ, ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലെ, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കണ്ടേ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആ പേഷ്യന്റ് അവരുടെ ലെവല് നോക്കാം, അതിനനുസരിച്ച് അവരുമായിട്ട് നല്ലൊരു എന്താ പറയാ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ പറയാ ഒത്തിരി ഇതില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ട് ഈ നമ്മുടെ പേഷ്യൻസുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതെങ്ങനെയാ? ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. രണ്ടുപേരും അവര് പറയുന്നതും കൂടി കേൾക്കണം, നമ്മൾ പറയുന്നത് മാത്രമല്ല അവര് പറയുന്നതും കൂടി കേൾക്കണം. അതൊക്കെ ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക്, അവരുടെ നിന്ന് ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലം, പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുക. ക്ലിയർ ആയോ പോയിന്റ്? To accept feedback from them and to discuss problems. പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഫീഡ്ബാക്ക് അവരിൽ നിന്ന് സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ? ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ദ ട്രീറ്റ്മെന്റ്. ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ തിരിച്ചറിയുക, നമ്മുടെ എന്താ ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ്. നമ്മുടെ കസ്റ്റമർ സർവീസിലെ പ്രശ്നങ്ങൾ അതെന്താണെന്ന് തിരിച്ചറിയുകയും അതിനു വേണ്ടി അതിന്റെ അപ്ലൈ ട്രീറ്റ്മെന്റ്, അതിനു വേണ്ട ട്രീറ്റ്മെന്റുകൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ കസ്റ്റമർ സർവീസ് ആ പ്രോഗ്രാം അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ സോൾവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? നോക്കി എല്ലാ പോയിന്റ്സും. വൈറ്റൽ ഫങ്ഷൻസ് അതും ഇൻക്ലൂഡ് ചെയ്തത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് കസ്റ്റമറിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അനലൈസ് ചെയ്യുകയും അത് തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുക. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കസ്റ്റമർ കംപ്ലൈൻസ്, കസ്റ്റമറിന്റെ പരാതികൾക്കുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കസ്റ്റമർ കംപ്ലൈൻസിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ കാരണം തിരിച്ചറിയുക. പിന്നെ നമ്മൾ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുകയും അത് വളർത്തിയെടുക്കുക, കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വളർത്തിയെടുക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക. എങ്ങനെ വേണം കമ്മ്യൂണിക്കേഷൻ? ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് എങ്ങനെ വേണം കമ്മ്യൂണിക്കേറ്റ്? ഇത് ലെവൽ ഓഫ് പീപ്പിൾ, ആളുകളുടെ ലെവലിന്. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഏത് ലെവല് ഇങ്ങനെയുള്ള ആളുകളാണോ ആ രീതിയിൽ അവരോട് അതേ രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് കൊണ്ടുവരിക, സ്കില്ല്. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്യുക. പിന്നെ അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക. Then identify a specific problem in your customer service program. നമ്മുടെ കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലുള്ള സ്പെസിഫിക് പ്രത്യേക പ്രശ്നങ്ങൾ തിരിച്ചറിയുക. ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്, വേണ്ട ട്രീറ്റ്മെന്റുകൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ നമുക്ക് പറഞ്ഞത് എന്താ? വൈറ്റൽ ഫങ്ഷൻസ്, സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നാ പറഞ്ഞത്. ഇനി നമ്മൾ കൊടുത്തേക്കാണ് ഫങ്ഷൻസ് ആണ്, ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്. CRMന്റെ ഫങ്ഷൻ പറഞ്ഞില്ലേ, അതുപോലെ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെയാണ് രജിസ്ട്രേഷൻ. ഫ്രണ്ട് ഓഫീസ് ചെയ്യേണ്ട കാര്യാട്ടോ, ഒരു ഫ്രണ്ട് ഓഫീസിൽ ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ എന്താ ചെയ്യാ? രജിസ്ട്രേഷൻ ചെയ്യുക. ഒന്നാമത്തെ കിട്ടിയോ? അണ്ടർലൈൻ ചെയ്തോട്ടോ, രജിസ്ട്രേഷൻ. രണ്ടാമത്തെ എന്താണ്? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിനുള്ള വിവരങ്ങൾ കൊടുക്കുക.
ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക. പിന്നെ മൂന്നാമത്തെയാണ് ക്യാഷുകൾ കളക്ട് ചെയ്യുക, ക്യാഷ് കളക്ഷൻ. പിന്നെ അടുത്തത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യുക. പിന്നെ അടുത്ത റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ക്ലിയർ ആയോ? ഫങ്ഷൻസ് 5 എണ്ണമാണ് കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങള് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്? ഒന്നാമത്തെയാണ് രജിസ്ട്രേഷൻ. The patient or guest coming for treatment or billing to show a consultant. Registering the guest, ഗസ്റ്റുകളെ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. പേഷ്യൻസ് അല്ലെങ്കിൽ ഗസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ കാണാനായിട്ട് ബില്ലിംഗ് ആയിട്ടുള്ളവരെ വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ കേട്ടോ, രജിസ്റ്ററിംഗ് ഗസ്റ്റ്. The hospital need to keep a complete register of the guest, essential for other department as well. ഇനി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ആർക്കടെ? ഗസ്റ്റിന്റെ പേഷ്യൻസിന്റെ ഒരു കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയാ? എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ, മറ്റു ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യമായിട്ടുള്ള. അപ്പൊ ഞാൻ പറയുന്നത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഫ്രണ്ട് ഓഫീസ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമുണ്ടോ? ഓരോ സ്ഥലത്തും ചിലപ്പോ പേര്, അഡ്രസ്, ഫോൺ നമ്പർ ഇങ്ങനെ പറയണ്ട. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ പേര് സെക്ഷനിലേക്ക് ചെന്നാലും നമ്മൾ എന്താ പറയാ, അവിടെ നിന്ന് ആ ഡേറ്റാസ് എടുത്തോളും. അതാ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഗസ്റ്റിന്റെ പൂർണ്ണമായിട്ടുള്ള രജിസ്റ്റർ ഇവിടെ ഈ ഹോസ്പിറ്റൽ സൂക്ഷിക്കേണ്ടത് ഓരോ ഫ്രണ്ട് ഓഫീസിന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ ഒന്നാമത്തെയാണ് ഏതാണ്? രജിസ്റ്ററിംഗ് ഗസ്റ്റ്, ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ക്ലിയർ ആയോ? അത് ആർക്ക് വേണ്ടിയാ? ആ ഫ്രണ്ട് ഓഫീസിലേക്ക് മാത്രമല്ല, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ രജിസ്റ്റർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് കീപ്പ് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ പറയണത്? ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. ഇനി നോക്കിയേ എന്തൊക്കെയാ അവര് കീപ്പ് ചെയ്യണ്ടേന്ന് നോക്കിയേ. ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് എന്തൊക്കെയാ? മെഡിക്കൽ റെക്കോർഡുകൾ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ബില്ലിങ്, വാർഡ്, ഏത് വാർഡാണ്, അതിന്റെ ഡയഗ്നോസ്റ്റിക്, അതേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും എന്ത് ചെയ്യണം? ഈ ഫ്രണ്ട് ഓഫീസ് കീപ്പ് ചെയ്യണം. അവിടെ നിൽക്കേ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കോർഡ്സ് ഈസ് ഇൻക്ലൂഡഡ്? റെക്കോർഡ് which of the following record is included in registering guest in the front office? Question ഒന്ന് എഴുതി വെക്കണം അവിടെ ടെക്സ്റ്റില്. മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് അവിടെ? Which of the following record, which of the following record include, record is included, record is included in registering guest in the front office. ഫ്രണ്ട് ഓഫീസിൽ ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ റെക്കോർഡുകളാണ് അതിനകത്ത് വേണ്ടത്? അത് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനകത്ത് എന്തൊക്കെ റെക്കോർഡാ വേണ്ടേ? മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഓർ ഡയഗ്നോസ്റ്റിക്, അതേഴ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? അത് ഒന്നാമത്തത് കേട്ടോ. ചികിത്സക്ക് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ കാണിക്കാൻ വരുന്ന പേഷ്യൻസ് ആ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത് നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാമോ? ഓക്കെ, ക്വസ്റ്റ്യൻ പറയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കോർഡ്സ്, റെക്കോർഡ് എന്ന് മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കോർഡ് is, which of the following record is included in registering guest in the front office?
registering guest in the front office. Okay. Clear അല്ലേ? Which of the following record is included in registering guest in the front office? ഇനി അപ്പൊ അതിനകത്ത് നോക്കിയാൽ ഡേറ്റ നീഡ്സ് ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് എന്തൊക്കെയാന്ന് നോക്കിയേ. പേഴ്സണൽ ഡേറ്റ, വ്യക്തിപരമായിട്ടുള്ള ഡേറ്റ, പേഷ്യന്റിന്റെ പേഴ്സണൽ ഡേറ്റ. എന്തൊക്കെയാ? എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺ. അല്ലെ, ഒരു വ്യക്തിയെ തിരിച്ചറിയാവുന്നത്, നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതോ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നതുമായിട്ടുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങള്. എക്സാമ്പിൾ ഏതൊക്കെയാണ് ഡേറ്റകൾ? രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റകൾ പറഞ്ഞേക്കണം നോക്കിയേ. നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള പേഴ്സണൽ ഡേറ്റാസ്. അതിന് വേണ്ടിയിട്ടുള്ള ആ പേഴ്സണൽ ഡേറ്റ അത് എന്തിനു വേണം? രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഡേറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ, പേഴ്സണൽ ഡേറ്റ. പേഴ്സണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ ഐഡന്റിഫൈ ചെയ്യാനാ. അവരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ. രണ്ടാമത്തെയാണ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിനായിട്ടുള്ള വിവരങ്ങൾ. കണ്ടോ, ഗസ്റ്റിന് വിവരങ്ങൾ കൊടുക്കണ്ടേ? പേഷ്യന്റ് വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെ? ആദ്യത്തേത് നമ്മൾ പറഞ്ഞു എന്താ? രജിസ്ട്രേഷൻ ആണ് ഒന്നാമത്തെ ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ. രണ്ടാമത്തെയാണ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിന് ഉള്ള ഇൻഫർമേഷൻ, ഗസ്റ്റിന് വിവരങ്ങൾ കൊടുക്കണം, ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ്. താരിഫ്. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ആണ് കേട്ടോ. റേറ്റ്, RATE, റേറ്റ് ആണ് താരിഫ് എന്ന് പറയുന്നത്. റേറ്റ്. ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിന് ഉള്ള ഒരു ഫിക്സ്ഡ് റേറ്റ് ആണ് താരിഫ് എന്ന് പറയുന്നത്. അല്ലെ, ഓരോരോ ട്രീറ്റ്മെന്റിന് ഇത്ര രൂപയാകും, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഇല്ലേ? ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ മറ്റുള്ള ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ ഒരു സർജറിക്ക്. അപ്പൊ അങ്ങനെയുള്ളത്, അതായത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ്, അതിനുള്ള ഫിക്സ്ഡ് റേറ്റ് ആണ് താരിഫ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ താരിഫ് എന്താന്നുള്ളത്? പിന്നെ അടുത്തതാണ് കൊടുക്കൽ. ഒന്നാമത്തെ ക്ലിയർ അല്ലേ? താരിഫ് എന്താണ്? ഹോസ്പിറ്റല് കൊടുക്കുന്ന സർവീസ്, അതിനുള്ള ഫിക്സ്ഡ് റേറ്റ്. ഓക്കെ. റബീന TM. റബീന മാത്രമല്ലോ, SS ഒക്കെ ഇടയ്ക്കിട്ടുണ്ട്. തമ്പൊന്നും കണ്ടില്ലല്ലോ. താരിഫ് ക്ലിയർ അല്ലേ? റേറ്റ് ആണെന്ന്. അതായത് ഹോസ്പിറ്റലിൽ സർവീസ് കൊടുക്കല്ലേ, അതിനുള്ള ഫിക്സ്ഡ് റേറ്റ് ആണ് താരിഫ്. ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, സീനിയർ. ക്ലിയർ ആണ്. അത്രയും നീട്ടി പിടിച്ചൊന്നും എഴുതണമെന്നില്ല കേട്ടോടാ. വിഷ്ണു അല്ലേ? ഒരു തമ്പിട്ടാ മതി. അപ്പൊ 1-2 പേര് തമ്പിടുമ്പോ എനിക്ക് അറിയാലോ നിങ്ങൾക്ക് ക്ലിയർ ആവണ്ടെന്ന്. രണ്ടാമത്തെയാണ് സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. രണ്ടാമത്തെ ഈ നമ്മുടെ സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു ഇത്, അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെൽക്കമിങ് പ്ലേസ് ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള വിവരങ്ങള് സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതിനെ കുറിച്ചുള്ള വിവരങ്ങള് ഹോസ്പിറ്റല് അല്ലെ ഫ്രണ്ട് ഓഫീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതർ പാക്കേജ്, മറ്റുള്ള പാക്കേജുകൾ എന്ന് വെച്ചാൽ എന്താ? മറ്റുള്ള പാക്കേജ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ചെക്കപ്പുകളും ഇല്ലേ? ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചുള്ള പാക്കേജുകൾ. ചിലപ്പോ അങ്ങനെ പാക്കേജ് വരാലോ. ഫുൾ ബോഡി ചെക്കപ്പിന് ഇത്ര രൂപ, ഒരെണ്ണം മാത്രം ചെയ്യുമ്പോ ഇത്ര, അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള പാക്കേജുകൾ, അതായത് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചുള്ള പാക്കേജുകൾ കേട്ടോ. അതർ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചുള്ള പാക്കേജുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. അതർ ഇൻവെസ്റ്റിഗേഷൻ, മറ്റുള്ള ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക് തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. എമർജൻസി ഓർ ഇൻപേഷ്യൻസ്, എമർജൻസി ആയിട്ടുള്ളത്, ഇൻപേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവര്, ഇൻപേഷ്യന്റ് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എന്തൊക്കെയാ ഗസ്റ്റിന് കൊടുക്കുന്ന ഇൻഫർമേഷൻസ്? താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതർ പാക്കേജ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എമർജൻസി ഓർ ഇൻപേഷ്യൻ. ഇനി അടുത്തതാണ് ക്യാഷ് കളക്ഷൻ. പൈസ മേടിക്കണ്ടേ? ക്യാഷ് കളക്ട് ചെയ്യുക, ക്യാഷ് കളക്ഷൻ.
The registered amount to be collected from the guest and should be deposited as the cash at the end of the day or before closing the counter, hand over to another person. മറ്റൊരു വ്യക്തിക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നോ അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ അവസാനോ ആ ഹോസ്പിറ്റലിൽ അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഗസ്റ്റിൽ നിന്ന് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആ ക്യാഷില് ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെ, ഫ്രണ്ട് ഓഫീസ് ഷിഫ്റ്റുകളാണല്ലേ, അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 3 ഷിഫ്റ്റ് 24 hours അല്ലേ വർക്കിംഗ് ടൈം ഫ്രണ്ട് ഓഫീസിലെ. അപ്പൊ അവിടെ 3 ഷിഫ്റ്റുകളായിട്ടാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഒരാള് ഇപ്പൊ ഒരു ഷിഫ്റ്റ് കഴിയുമ്പോൾ അയാള് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ അന്ന് അത്രയും സമയം വരെയൊക്കെയുള്ള കണക്കും കാര്യങ്ങളും അവിടെ ക്ലോസ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ അവസാനം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ എല്ലാ ഡെപ്പോസിറ്റുകളും ക്യാഷിൽ അവിടെ നമ്മൾ എല്ലാവരും ഡെപ്പോസിറ്റ് ചെയ്യണം. പൈസയൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതാണ് അടുത്തൊരു ഫംഗ്ഷൻ, ക്യാഷ് കളക്ട് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? ക്യാഷ് കളക്ഷൻ, അത് മൂന്നാമത്തത്. അപ്പൊ നമ്മൾ എമൗണ്ട് രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്റ്റഡ് രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പൈസ എത്ര രൂപയല്ലേ രജിസ്ട്രേഷൻ ചീട്ടെടുക്കാനൊക്കെ ആയിട്ടാ. അപ്പൊ അത് കളക്ട് ചെയ്യുന്നത് നമ്മൾ ആ ദിവസത്തിന്റെ അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആൾക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നോ അത് കറക്റ്റ് ആക്കി ഇതൊക്കെ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് നാലാമത്തെയാണ് ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യുക. ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. അവിടെ നോക്കിയ ഒരു കോട്ടാണ് അവിടെ കൊടുത്തേക്കണേ. Rudeness is a weak person's attempt at strength. Rudeness എന്ന് പറഞ്ഞാൽ എന്താ? rudeness എന്താ? പരിശുദ്ധം, പരിക്കൻ സ്വഭാവം. അതൊരു വീക്ക് പേഴ്സൺ, ദുർബല ശക്തിയുടെ അവർക്കിടെയുള്ള ഒരു ദുർബലമായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ശക്തിയുടെ പ്രതീകമാണെന്ന്, ശക്തിയുടെ ശ്രമമാണെന്ന് റൂഡ്നെസ് എന്ന് പറയുന്നത്. പരിശുദ്ധ, അത് പരിക്കൻ സ്വഭാവം. ഒരു ഇത് പറഞ്ഞേക്കുന്ന ഒരു കോൺസ് ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്ന, അതായത് ഗസ്റ്റിന് ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഗസ്റ്റുകൾ എന്തെങ്കിലും ഫ്രണ്ട് ഓഫീസിൽ എന്തെങ്കിലും എൻക്വയറി നടത്തുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വിവരങ്ങൾ പറയണ്ടേ? ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. പരിശുദ്ധ എന്ന് പറയുന്നത് ഒരു ദുർബല വ്യക്തിയുടെ ശക്തിയുടെ ശ്രമമാണ്. എന്ന് വെച്ചാൽ എന്താ? നമ്മളോട് എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത്. അപ്പൊ അവരുടെ ആ ശക്തിയുടെ ശ്രമം കാണിക്കുന്നത്. ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് പരിശുദ്ധ എന്ന് പറയുന്നത്? ഒരു ദുർബല വ്യക്തിയുടെ ശക്തിയുടെ ശ്രമമാണെന്ന്. ഒന്ന് നോക്കിയാ. അപ്പൊ നമ്മൾ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം? Be considerate, friendly and courteous. എങ്ങനെ വേണം നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യാനായിട്ട്? ഫ്രണ്ട്ലി ആയിട്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ട്. കേഴ്സി എന്ന് വെച്ചാൽ എന്താ? മര്യാദയോടുകൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെ എങ്ങനെ വേണം കൈകാര്യം ചെയ്യാൻ, എങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ? നിങ്ങൾ ചെയ്യോ അങ്ങനെയൊക്കെ? ഇതൊക്കെ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് ഒരു ജോലി കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓർമ്മയിൽ വെക്കോ? എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാ പറഞ്ഞേ? ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ വേണം? ഫ്രണ്ട്ലി ആയിട്ട്, കേഴ്സിയസ്. കേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? മര്യാദയോട് കൂടി വേണം അവരെ കൺസിഡർ ചെയ്യാൻ. അവർക്ക് നല്ല പരിഗണനയും സാറിനോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളതും നല്ല മര്യാദയോടും കൂടി വേണം അവരെ കൺസിഡർ ചെയ്യാൻ. രണ്ടാമത് നോക്കിയ പ്രാക്ടീസ് കേഴ്സി. സേവ് പ്ലീസ്. എന്താ? മര്യാദ ശീലിക്കുക. സേ പ്ലീസ് എന്തെങ്കിലും പറയുമ്പോ ചാടി കയറി പറയാതെ സേ പ്ലീസ് എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട്. അതായത് പ്ലീസ് വെയിറ്റ് ചെയ്യും മൊമെന്റ്. അങ്ങനെ പറയുമ്പോ നമുക്ക് ദേഷ്യമുള്ള ഒരു ദേഷ്യം ഉണ്ടാവില്ല അല്ലെ? അങ്ങനെ മാറിയിരുന്നേ കുറച്ചു നേരം, അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറയുമ്പോ നമുക്കൊരു ഇത് തോന്നും. അപ്പൊ നമ്മളോട് അവര് വളരെ ഒരു മര്യാദയോട് കൂടി തന്നെ അവരെ കൈകാര്യം ചെയ്യണം. എന്ത് പറയണം? സേ പ്ലീസ്. എങ്ങനെ വേണം പറയാനായിട്ട്? പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്. അപ്പൊ അങ്ങനെ പ്ലീസ് എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. പിന്നെ അടുത്ത എക്സ്പ്ലെയിൻ. അവർക്ക് എല്ലാ കാര്യങ്ങളും വിശദമാക്കി കൊടുക്കണം. ഡു ഇറ്റ് പേഷ്യന്റ്ലി. പേഷ്യന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ക്ഷമയോടുകൂടി. ചിലർക്ക് ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാവില്ല, അപ്പൊ വീണ്ടും നമ്മളോട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം. അപ്പൊ നമ്മളിത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ പിന്നെ എന്താന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന്. എങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ?
എങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ? ക്ഷമയോടുകൂടി അവർക്ക് മനസ്സിലാവുന്ന വരെ, അല്ലെങ്കിൽ നമ്മുടെ 1-2 പ്രാവശ്യം ചോദിച്ചാലും നമ്മളത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. മനസ്സിലായോ? ക്ഷമയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. Then accommodate the other viewpoints. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ അക്കോമഡേറ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക. അക്കോമഡേറ്റ് ചെയ്യുന്ന പറഞ്ഞെന്താ? ഉൾക്കൊള്ളുക. മറ്റുള്ളവരുടെ, നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അവരിനി എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവർക്കുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വ്യൂ പോയിന്റ്സിനെ എന്ത് ചെയ്യുക? അവിടെ ഉൾക്കൊള്ളുക. അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുക. ഇനി അടുത്ത് നോക്കിയേ, അലോ ക്രിറ്റിസിസം. ക്രിറ്റിസിസം അനുവദിക്കുക. ക്രിറ്റിസിസം എന്ന് പറയുന്ന വിമർശനം. ഇനി എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടാവില്ലേ? വിമർശനങ്ങൾ, നിങ്ങളത് ചെയ്ത് ശരിയായില്ല, അല്ലെ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, ഞങ്ങൾ കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അത് അനുവദിക്കുക. അവര് പറഞ്ഞോട്ടെ, അവര് പറയുന്നത് നമുക്ക് കേട്ടിട്ട് ന്യായമായ കാര്യമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണ്ടേ? അങ്ങനെ ക്രിറ്റിസിസം അനുവദിക്കാം. അപ്പൊ ഒരു പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ, ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വേണം അത് ഫോളോ ചെയ്യാൻ? ഈ രീതിയിലായിരിക്കണം. എങ്ങനെയാണ്? നമ്മൾ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് മര്യാദയോടുകൂടി കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മര്യാദ ശീലിക്കണം. സേ പ്ലീസ് എന്ന് പറയാ. പിന്നെ നല്ല ക്ഷമയോടുകൂടി അവരോട് വിശദീകരിച്ചു കൊടുക്കുക. പിന്നെ അവരുടെ കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുക, അക്കോമഡേറ്റ് ചെയ്യുക. അലോ ക്രിറ്റിസിസം. ക്രിറ്റിസിസം അനുവദിക്കുക. ഇനി 5ാമത്തെ പോയിന്റ് നോക്കിയേ, റിപ്പോർട്ട് മേക്കിംഗ്. ഇനി റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. എന്തൊക്കെ റിപ്പോർട്ടാ? സെൻസസ് റിപ്പോർട്ട്, അതർ റിപ്പോർട്ടുകൾ, മറ്റുള്ള റിപ്പോർട്ടുകൾ, സെൻസസ് റിപ്പോർട്ട്. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഹോസ്പിറ്റലിൽ എത്രത്തോളം പേഷ്യൻസ് ആണുള്ളത്, ആ പേഷ്യൻസിനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെൻസസ് ഇത്ര പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ മറ്റുള്ള റിപ്പോർട്ടുകൾ, എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും തയ്യാറാക്കുക. അപ്പൊ അത്രയാണ് നമ്മൾ ഫങ്ഷൻസ് പറയുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസർ: രജിസ്റ്റർ ചെയ്യുക, ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, ക്യാഷ് കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ അതിലേക്ക് എൻക്വയറി എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു, പിന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കാം. നമ്മള് CRM മുതലാണ് പറഞ്ഞത്. CRM പറഞ്ഞു എന്താണെന്നുള്ളത്. പിന്നെ അവിടെ നമ്മൾ അഡ്വാൻറ്റേജ് അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം അവിടെ കേട്ടോ. അഡ്വാൻറ്റേജുകൾ നമ്മൾ പറഞ്ഞു, 8 പോയിന്റ് പറഞ്ഞു. പിന്നെ നമ്മൾ 2 സാമ്പിൾ, CRM സോഫ്റ്റ്വെയറിന്റെ 2 സാമ്പിള നോക്കിയത്. ഒന്നാമത്തെ മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പിളും പിന്നെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിളും നമ്മൾ പറഞ്ഞത്. പിന്നെ പ്രധാനപ്പെട്ട ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ, 5 പോയിന്റ്. പിന്നെ ഫങ്ഷൻസും ആണ് പറഞ്ഞു നിർത്തിയത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ക്ലാസ്സുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫോളോ ചെയ്യുന്നില്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? ഇന്ന് തന്നെ വായിച്ചു വെക്കണില്ലേ നിങ്ങള്? ഇനിയിപ്പോ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയണ്ടല്ലോ. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്, കറക്റ്റ് ആയിട്ട് വായിച്ചു വെക്കാം. നിന്ന് എടുക്കുന്നത് കൃത്യമായിട്ട് വായിച്ചു വെക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ എക്സാമിനാവുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവും, എല്ലാ ചാപ്റ്ററും കൂടി വരുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചും കൂടി വെച്ചേക്കാം. പിന്നെ ഓക്കെയാണ്. ഞാനത് ഉറപ്പ് പറയണു. എല്ലാ ബാച്ചിലും ഞാൻ പറയാറുണ്ട്. അപ്പൊ അവരത് പറയുകയും ചെയ്യും. എക്സാം കഴിയുമ്പോൾ പറയും, മിസ്സേ ചില പിള്ളേര് മെസ്സേജ് ചെയ്ത് ഇടാറുണ്ട്, മിസ്സിന്റെ ക്ലാസ് കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, നല്ല രീതിയിൽ എക്സാം പെർഫോം ചെയ്യാൻ പറ്റി. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, ഒരു പ്രാവശ്യം വായിക്കുക. 2 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണോ കേട്ടോ. മനസ്സിലായോ? എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇട്ട് തരും കേട്ടോ. എക്സാമിന് അതൊന്നും ഓർക്കണ്ട, നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തായാലും ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളും കഴിഞ്ഞിട്ടാണ് എക്സാം നടത്താറ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കഴിയുമ്പോഴാണ് എക്സാം വന്നത്. അതാ പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയാ തരാനുള്ള ഒരു പെർമിഷൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇല്ല. അതൊക്കെ കറക്റ്റ് ടെക്നിക്കലിന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഇട്ട് തരും കേട്ടോ. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോഴാണ് എക്സാം നടത്താറ്. 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും, അങ്ങനെയായിരിക്കും സാധാരണ ചെയ്യുന്നത്.
അതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിക്കോളും. ഇപ്പൊ നമുക്ക് എന്താ നമ്മുടെ ക്ലാസ്സുകള് കറക്റ്റ് ആയിട്ട് കാണുക, കയറാൻ പറ്റുന്നവര് കേട്ടോ, അല്ലെങ്കിൽ സമയം പോലെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക, എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വായിച്ചും വെക്കുക. എന്നാ ക്ലാസ് ഞാൻ നിർത്തിക്കോട്ടെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് മാം ഇപ്പൊ കയറും, ജോയിൻ ചെയ്യും. ഞാൻ വൈകി കഴിഞ്ഞാൽ ചോദിക്കും എന്തിയെ വൈകിയെന്ന്, ഞാൻ പറഞ്ഞു പിള്ളേരോട് എന്തെങ്കിലും. ഓക്കെ, അധികം നമുക്ക് സംസാരിക്കാനോ ഉള്ള സമയമില്ല, നമ്മുടെ പോർഷൻസ് ഒക്കെ കേൾക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞ റിവിഷൻ ഒക്കെ തരാം ഞാൻ. എക്സാമിന് മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ടേ നമുക്ക് എല്ലാ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. എക്സാമിന് മുന്നാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം വരുവേ. ഓക്കെ, താങ്ക് യു.